നമസ്കാരം. വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് സ്വാഗതം. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. എൻ്റെ ഫോൺ നമ്പർ 9447352982. നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോർവേഡ് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതിനെ പ്രേരിപ്പിക്കണം. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഈ മൂത്രം അറിയാതെ പോകുന്നതിനെപ്പറ്റി ഞാൻ തൊട്ട് മുമ്പിട്ട എപ്പിസോഡുണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇത്. ഈ മൂത്രം പോകാതിരിക്കുന്നതിനും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനും ഒക്കെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ഈ മൂത്രനാളിയിൽ വരുന്ന ഇൻഫെക്ഷൻ, ബ്ലാഡറിൽ വരുന്ന ദോഷങ്ങൾ, അതിൻ്റെ എലാസ്റ്റിസിറ്റി നശിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ പ്രതിവിധികൾ നിശ്ചയിക്കാം. ശരീരശുദ്ധി കഴിച്ചതിന് ശേഷം പഞ്ചകർമ്മ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല പ്രതിവിധി. അതോടൊപ്പം തന്നെ തക്രധാര ചെയ്യുകയും വേണം. തലയിൽ ത്രിഫലാദി വെളിച്ചെണ്ണ വയ്ക്കണം. ദേഹം മുഴുവൻ ബലാശ്വഗന്ധാദി തൈലം തേച്ച് കുളിക്കണം. പഥ്യം ആചരിച്ചുകൊണ്ട് 41 ദിവസം ഇത് ചെയ്യണം. ഈ കാലയളവിൽ ഇറച്ചി, മീൻ, മുട്ട, ലഹരികൾ ഇതൊന്നും ഉപയോഗിക്കരുത്. എരിവ്, പുളി, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് കുറേ നാളത്തെ ചികിത്സ കൊണ്ട് ശമിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്ക് 1-2 ചെറിയ അനുഭവങ്ങളുണ്ട്, അത് ഫലത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് പറഞ്ഞത്. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇതുപോലെ ചെയ്താൽ ശമിക്കണം. ആദ്യം ശരീരശുദ്ധി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ചികിത്സകൾക്കും അത് വേണ്ടതാണ്. മുഷിഞ്ഞ വസ്ത്രം നീലം മുക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതേസമയം അത് അലക്കി അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം നിലമുക്കിയാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അതുപോലെയാണ് ഇതും. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു വൈദ്യനെ കണ്ട്, ഞാനിതൊക്കെ പറയുന്ന അറിവിന് വേണ്ടിയല്ല, അത് സ്വയം ചെയ്യാനല്ല, ഏതെങ്കിലും ഒരു വൈദ്യനെ കണ്ട് നിങ്ങളതിൻ്റെ വിശദാംശങ്ങൾ സംസാരിച്ച് അദ്ദേഹം നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ സസ്യഭുക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇത് അത്ര പെട്ടെന്ന് വിട്ടുപോകില്ല. മറ്റ് രോഗങ്ങളില്ലെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ഫലിക്കുകയുള്ളൂ. കുറുന്തൊട്ടി കഷായം ചേർത്തിട്ടുള്ള കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ്. മില്ലറ്റിലെ തിന, ചാമ, കുതിരവാലി, കമ്പ്, ഒരെണ്ണം കൂടിയുണ്ട്, അത് മറന്നുപോയല്ലോ. എന്താണ് ഈ 5 എണ്ണമാണത്. 4 ഉപയോഗിച്ചാലും മതി. അതിന് ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ പറയാം. ഈ 5 ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദിവസവും രാത്രി അത് കഞ്ഞി വെച്ച് കുടിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ചുട്ടെടുത്തത്, ഇതൊക്കെ കൊണ്ട് സംബന്ധി അരച്ചതിന് ഉപദംശമായിട്ട് കഴിക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, രാത്രി ഉറങ്ങാതെ ഇരിക്കരുത്, പകൽ ഉറങ്ങരുത്. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനൊരു ശമനം കിട്ടും. മൂത്രമൊഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ മൂത്രമൊഴിക്കണം എന്നുള്ളതൊരു നിർബന്ധമാക്കി വയ്ക്കുക. അങ്ങനെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടും ഇതിൻ്റെ രോഗങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്വയം കൺട്രോൾ ചെയ്യാം. മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഈസിയായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതോടെ എല്ലാവരും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. ആഴ്ചയിൽ ഒരിക്കലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് നാളത്തെ കൂടെ ദയവായി ക്ഷമിക്കുക. എല്ലാവരും ഇത് ഫോർവേഡ് ചെയ്യണേ. ഓക്കെ, നമസ്തേ.